ഷെർലി ചാനലിൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ആലു പാലക് റെഡിയാക്കിയാലോ? ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ആലു പാലക്ക് റെഡിയാക്കാനായിട്ടുള്ള പാലക്കിൻ്റെ ഇലയൊക്കെയാണിത്. അപ്പോൾ 3 കെട്ട് പാലക്കുണ്ട്. അത് നന്നായിട്ട് അതിൻ്റെ ഇലയൊക്കെ വൃത്തിയാക്കി കഴുകി നല്ലതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, മുളക്, അത് ഉണക്കമുളക് മുറിച്ചത്, മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, അല്പം മല്ലിപ്പൊടിയുണ്ട്, ചെറിയ ജീരകമുണ്ട്, കുറച്ച് ഫെനുഗ്ര ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അല്പം കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കറിവേപ്പില, ഒരു ഉണക്കമുളക് 3ആയിട്ട് മുറിച്ചത്, അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്യാം. അധികം കരിഞ്ഞു പോകാനൊന്നും നിൽക്കണ്ട. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയൊരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് വഴന്നും കിട്ടും. അപ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് അല്പം കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. കുറച്ചും കൂടി വലുപ്പത്തിൽ വേണമെങ്കിലും ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പൊക്കെ നോക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. 5 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് ഇത് ഉരുളക്കിഴങ്ങ് വേകാൻ വേണ്ടി നമുക്ക് മൂടി വെക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഉരുളക്കിഴങ്ങ് വെന്തോന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും വെന്ത് കാണും. നല്ലതായിട്ട് വഴറ്റിയതിൻ്റെ ശേഷമാണ് അത് മൂടി വെച്ചത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ കൂട്ടി നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതിനും അഭിപ്രായങ്ങളൊക്കെ പറയുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കറി വെച്ചാൽ ഇത് ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ വളരെ നല്ലൊരു കറിയാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. ചപ്പാത്തിക്കായാലും കൊള്ളാം, ചോറിനും ഒക്കെ പറ്റിയൊരു കറിയാണ്. പാലക്കും അതുപോലെ തന്നെ പൊട്ടറ്റോയും കൂടി ഇട്ടുള്ള ഈ ആലു പാലക്ക് എന്ന് പറയുന്ന റെസിപ്പി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പാലക്കിന് വെള്ളമുള്ള ഇലയാണ്. അപ്പോൾ പാലക്ക് കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് വീണ്ടും നല്ലതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് വീണ്ടും ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചേർത്തതിൻ്റെ ശേഷം നമുക്ക് ഉലുവയുടെ ഇലയിട്ടും ഇതുപോലെ നല്ലൊരു ചപ്പാത്തിക്ക് കൂട്ടാൻ പറ്റുന്നൊരു റെസിപ്പി നമുക്ക് റെഡിയാക്കി എടുക്കാമെന്നാണ്. ആലു മേത്തി എന്ന് പറയും. അപ്പോൾ ആലു പാലക്ക്, ആലു മേത്തിയൊക്കെ ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ വളരെ നല്ലൊരു കറിയാണ്. എപ്പോഴും നമ്മൾ നോൺ വെജ് മാത്രം ആശ്രയിച്ച് ജീവിക്കാതെ ഇതുപോലെയുള്ള ഇലക്കറികളൊക്കെ റെഡിയാക്കി നമ്മൾ ഇടയ്ക്കൊക്കെ കഴിക്കണം. അപ്പോൾ വളരെ ടേസ്റ്റായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികളാണിതൊക്കെ. അപ്പോൾ നമ്മുടെ പാലക്ക് ഒക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പാലക്ക്, ഉരുളക്കിഴങ്ങ്, തക്കാളിയൊക്കെ നല്ല മിക്സായി നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്കൊരല്പം ഫെനുഗ്ര ലീഫ്, അതായത് ഉലുവയില ഉണങ്ങിയത് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, അത് ഉണ്ടെങ്കിൽ മാത്രം മതി. ഇതുകൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ആലു പാലക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും കടയിലൊക്കെ പോകുന്ന സമയത്ത്
ഉലുവയിലയോ പാലക്കിൻ്റെ ഇലയോ ഒക്കെ കണ്ടാൽ ഇതുപോലെ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഒന്ന് റെഡിയാക്കി നോക്കുക. വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചപ്പാത്തിക്കായാലും ചോറിനായാലും ഒക്കെ കൂട്ടാനായിട്ട് വളരെ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളും വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബായ്.